മേൽശാന്തിയുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു ദർശനം നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുന്നത്, ആ രൂപത്തിലാണ് നമുക്ക് കണ്ടു തൊഴാനായിട്ട് സാധിക്കുക കേട്ടോ. മുഖം ചന്ദനം കൊണ്ടും ദേഹമൊക്കെ കളഭം കൊണ്ടും ചാർത്തിയിട്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ, ഇപ്പോൾ ഓടക്കുഴൽ ഊതുന്ന കണ്ണനായിട്ടും ഗോപികമാരുടെ വസ്ത്രങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന കുറുമ്പനായിട്ടും രാധാകൃഷ്ണനായിട്ടും കാളിയമർദ്ദന നടനമാടുന്ന കണ്ണനൊക്കെ ആയിട്ട് മനോഹരമായി അലങ്കരിച്ച ഗുരുവായൂരപ്പനെ നമുക്ക് കണ്ടു തൊഴാനായിട്ട് സാധിക്കും. ആ ഒരു സമയത്ത് ഭഗവാന്റെ ആ ഒരു ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ട പ്രദായകനായിട്ടാണ്. അതായത് എന്തും നമുക്ക് തരുന്ന എല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ടാണ് ഉച്ചപൂജ അലങ്കാരം കണ്ട് നമുക്ക് തൊഴാനായിട്ട് സാധിക്കുക. ആ ഒരു ഉച്ചപൂജ കണ്ടു തൊഴുന്നതിൻ്റെ ആ ഒരു ഫലം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞ് ഏകദേശം 2:30 കൂടിയിട്ടാണ് നട അടയ്ക്കുന്നത്. അപ്പോൾ അതുവരെ ഭക്തർക്ക് സുഖമായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട്